തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കണ്ടു. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ എന്നോട് ചോദിക്ക്. ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താൻ ആരാണ് എന്നോട് ചോദിക്ക്, എന്നിട്ട് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? താൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതായിരുന്നു അവസ്ഥ. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി പോലുമില്ല. യോഗേന്ദ്ര യാദവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ഒരൊറ്റ ചോദ്യങ്ങൾക്ക് പോലും മറുപടിയില്ല. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ആരുടെ മുന്നിലും മറുപടി പറയാൻ പറ്റാത്ത ഭരണഘടനാ പദവിയിലിരിക്കുന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെക്കണം എന്നതിൽ കുറഞ്ഞ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് BJPയുടെ പോഷക സംഘടനയല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി ഇല്ലാത്ത ആ ചോദ്യങ്ങൾ നമുക്ക് വളരെ സീരിയസ് ആയി പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും ഉള്ളിലുള്ള പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? 1, ഇരട്ട വോട്ടർമാരെ തിരിച്ചറിയാൻ ഇലക്ഷൻ കമ്മീഷന് എന്ത് സംവിധാനമാണുള്ളത്? 2, വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയ വോട്ടർമാരുടെ ഡാറ്റ ഇലക്ഷൻ കമ്മീഷൻ എവിടെയാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? 3ാമത്തെ ചോദ്യം, ഒരേ വോട്ടർ ഒരേ പ്രദേശത്ത് പല ബൂത്തിലോ അല്ലെങ്കിൽ വേറിട്ട സംസ്ഥാനങ്ങളിലോ എവിടെയെങ്കിലൊക്കെ പോയി ഒരേ സമയം പലവട്ടം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരു ഉത്തരവും ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഹിന്ദുസ്ഥാൻ ടൈംസിലെ മാധ്യമ പ്രവർത്തകയുടെ ഡയറക്റ്റ് ആയ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ മനസ്സിലുള്ള ചോദ്യം. But soon after Rahul Gandhi's press conference, the roles were updated and they were changed into non-machine readable, non-searchable. ആദ്യം ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അവ മെഷീൻ റീഡബിൾ ആയിരുന്നു, സെർച്ച് ചെയ്യാവുന്ന വിധത്തിലായിരുന്നു, ഫയൽ സൈസ് വളരെ ചെറുതായിരുന്നു, ചിത്രങ്ങൾ വളരെ വ്യക്തമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസ് കോൺഫറൻസിന് ശേഷം പട്ടിക അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് അത് മെഷീൻ റീഡബിൾ അല്ലാത്തതായി, സെർച്ച് ചെയ്യാനാവാത്തതായി, കുറഞ്ഞ ഗുണമേന്മയുള്ള ചിത്രങ്ങളായി മാറി. അതിനുള്ള കാരണം ആളുകൾ വളരെയധികം തിരച്ചിലുകൾ നടത്തുന്നുണ്ട്. ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്. ഒരു ഉത്തരവും ഇതിന് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. മലയാളിയായ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ പ്രശാന്ത് രഘുവംശം ഒരു ചോദ്യം ചോദിച്ചു. Rahul Gandhi's press conference, there are many issues coming up from different states, including states like Kerala. Will you initiate an inquiry into all these allegations which are coming from different states? ഒരൊറ്റ ഉത്തരം പോലും ഈ ചോദ്യത്തിന് കിട്ടിയില്ല. രാഹുൽ ഗാന്ധിയിൽ നിന്നും സത്യവാങ്മൂലം ആവശ്യപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷൻ വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടന്നു എന്ന് പറയുന്ന അനുരാഗ് താക്കൂറിൽ നിന്നും സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നില്ല. ഇത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണോ അതോ മോദിയുടെ പാദസേവകരാണോ? നമുക്കറിയാൻ പാടില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. മറ്റൊരു കിടിലൻ ചോദ്യം നോക്കൂ. आपको सुप्रीम कोर्ट ने आदेश किया 14 तारीख के दिन आपको मशीन रीडेबल जो 65 लाख लोग ബീഹാറിൽ വെള്ളപ്പൊക്കക്കെടുതി സമയം വളരെ പരിമിതമാണെന്നൊക്കെ പരക്കെ പരാതി ഉയർന്നിട്ടും ഇത്ര തിടുക്കത്തിൽ എന്തിനാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR നടപ്പാക്കിയത്? 65 ലക്ഷം വോട്ടർമാർക്ക് മെഷീൻ റീഡബിൾ വിവരങ്ങൾ നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഓഗസ്റ്റ് 14-ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അത് ഇതുവരെയും എന്തുകൊണ്ടാണ് നൽകാത്തത്? മഹാരാഷ്ട്രയിലെ ഈ 40 ലക്ഷം പുതിയ വോട്ടർമാർ വന്നതിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി രജിസ്റ്റേർഡ് വോട്ടേഴ്സും എലിജിബിൾ 18+ ജനസംഖ്യയും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലെന്നും വൈകുന്നേരം 5 മണിക്ക് ശേഷം വോട്ടിംഗ് ശതമാനം വല്ലാതെ വർദ്ധിച്ചു വരുന്നുവെന്നും മഹാരാഷ്ട്രയിൽ പരക്കെ പരാതി ഉയർന്നിരുന്നു. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പറയാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് തരുന്നത്? ഒരു അക്ഷരം മിണ്ടാത്ത എന്താണെന്നായിരുന്നു ചോദ്യം. ഒരു മറുപടിയും ഈ ചോദ്യത്തിനുണ്ടായില്ല. യോഗേന്ദ്ര യാദവിന്റെ 10 ചോദ്യങ്ങളുണ്ട്, ഒരു മറുപടിയും കിട്ടാത്ത 10 ചോദ്യങ്ങൾ. 1, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചന നടത്തിയില്ല? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് ജനാധിപത്യ രാജ്യമാണല്ലേ? 2ാമത്തെ ചോദ്യം, തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇന്റൻസീവ് റിവിഷൻ നടത്തരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയ നിർദ്ദേശം ബീഹാറിൽ എന്തുകൊണ്ടാണ് ലംഘിക്കപ്പെട്ടത്? എന്താ അതിന്റെ ഉത്തരം? ഒരു ഉത്തരം പറയേണ്ട ചോദ്യമല്ലേ ഇത്? 3ാമത്തെ ചോദ്യം, പ്രളയത്തിനിടയിൽ മുന്നറിയിപ്പോ തയ്യാറെടുപ്പോ ഇല്ലാതെ ബീഹാറിൽ SIR നടത്താൻ ഇത്രയും അതും തിക്കിത്തിരക്കി എങ്ങോട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പോകുന്നത്? യാതൊരു ഉത്തരവും നമുക്ക് കിട്ടിയില്ല. എത്ര പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇത് ജനാധിപത്യ രാജ്യമല്ലേ? ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടണ്ടേ? 4ാമത്തെ ചോദ്യം, ബീഹാറിൽ SIRൽ ജൂൺ 25 ജൂലൈ 25 ഒറ്റ മാസത്തിനിടയ്ക്ക് 30 ദിവസത്തെ കണക്കെടുത്താൽ മതി, എത്ര പേരെയാണ് നിങ്ങൾ ചേർത്തത്? ഉത്തരമില്ല. 5ാമത്തെ ചോദ്യം, എത്ര എന്യൂമറേഷൻ ഫോംസ്, രേഖകളൊന്നും ഡോക്യുമെന്റ്സ് ചേർക്കാതെയാണ് നിങ്ങൾ ഇവരെയൊക്കെ സമർപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയാണ്? 6ാമത്തെ ചോദ്യം, എത്ര ഫോമുകൾ BLO ശുപാർശ ചെയ്യാൻ പറ്റുകയില്ല എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് എത്ര ഫോമുകളുണ്ട്? എന്തടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഉത്തരമില്ല.
ഏഴാമത്തെ ചോദ്യം, നിലവിലുള്ള വോട്ടർ പട്ടികയിൽ SIR സമയത്ത് എത്ര വിദേശികളെ നിങ്ങൾ കണ്ടെത്തി? യാതൊരു ഉത്തരവുമില്ല. എട്ടാമത്തെ ചോദ്യം പ്രധാനപ്പെട്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് ശേഷം വോട്ടർ പട്ടികയുടെ ഫോർമാറ്റ് എന്തിനു മാറ്റി? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം എന്തിനു ഫോർമാറ്റ് മാറ്റി? 9, അനുരാഗ് താക്കൂറിൽ നിന്നും സത്യവാങ്മൂലം ആവശ്യപ്പെടാൻ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ തയ്യാറാകാത്തത്? രാഹുൽ ഗാന്ധി മാത്രം നൽകിയാൽ പോരെ മതിയോ സത്യവാങ്മൂലം? 10, മുമ്പ് സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് അന്വേഷണം നടക്കാത്തത്? നിങ്ങൾ ഈ സത്യവാങ്മൂലം മൂലം എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ പണ്ട് കൊടുത്തത് എവിടെ? ഒരു ചോദ്യത്തിന് പോലും ഉത്തരം നൽകാത്തൊരു വാർത്താ സമ്മേളനം. ഈ ചോദ്യങ്ങളിൽ മിക്കതും മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു, രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു, നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്നുണ്ട്. फेक एड्रेस मतलब एड्रेस है ही नहीं, या फिर हाउस नंबर 0? हाउस नंबर 0 तो आपने कभी सुना है? हाउस नंबर 0 हमने तो नहीं सुना था, मगर बेंगलोर में हजारों हाउस नंबर 0 हैं वोटर लिस्ट पे. എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? ഒന്നുകിൽ വ്യാജവിലാസം, അല്ലെങ്കിൽ വീട്ടു നമ്പർ 0. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഹൗസ് നമ്പർ 0 എന്ന്? ഞങ്ങൾ കേട്ടിട്ടില്ല. ബാംഗ്ലൂരിൽ ആയിരക്കണക്കിന് ആളുകളുടെ വീട്ടു നമ്പർ 0. ന്യായമായ കണ്ടെത്തലല്ലേ? ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ മറുപടി വിചിത്രമാണ് ഇതിന്. किसी ने कहा कि साहब हाउस नंबर 0 है. ആരോ പറഞ്ഞു വീട്ടു നമ്പർ 0 ആണെന്ന്. ആരോ അല്ല സാർ, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത്, രാഹുൽ ഗാന്ധി. 80,000 लोगों के हाउस नंबर 0 है, इसीलिए वो फर्जी है. अगले दिन कई सारे मतदाता खड़े हो गए, उन्होंने कहा नहीं साहब. അദ്ദേഹം തുടരുന്നു, 80,000 പേരുടെ വീട്ടു നമ്പർ 0 ആണത്രേ, അതുകൊണ്ട് അവർ വ്യാജന്മാരാണ്. അവർ ഇലക്ഷൻ കമ്മീഷണർ നമ്മളോട് ചോദിക്കുകയാണ്. പിറ്റേന്ന് കുറെ സമ്മതിദായകർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ല സാർ, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്ന് നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് ആളുകളുടെ പേരിന് മുമ്പിൽ 0 നമ്പറാണ്. ഇലക്ഷൻ കമ്മീഷണർ പറയാ എന്തുകൊണ്ട്? കാരണം അവർ താമസിക്കുന്നിടത്തെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അവർക്ക് നമ്പർ നൽകിയിട്ടില്ല. നഗരങ്ങളിൽ അനധികൃത കോളനികളുണ്ട്, അവർക്ക് അവിടെ നമ്പറുകളില്ല. അവർക്ക് പിന്നെ തങ്ങളുടെ അപേക്ഷാ ഫോമിൽ എന്ത് വിലാസമാണ് എഴുതാൻ കഴിയുക? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിൽ പറയുന്നത്, രാജ്യത്ത് ആരെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരോടൊപ്പം നിൽക്കും, അവർക്ക് പേരിനൊരു നമ്പർ നൽകും. അത് പിന്നെ കമ്പ്യൂട്ടറിൽ കാണുമ്പോൾ 1 എന്നോ 0 എന്നോ ഒക്കെ കാണുന്നതാണ്. അതിനർത്ഥം അയാൾ വോട്ടർ അല്ലെന്നല്ല. ഇതേ രീതിയിൽ വീടില്ലാത്തവർക്ക് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ കുറെ പേർക്ക് വീടുണ്ടാവില്ല, പക്ഷെ അവരുടെ പേരും തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഉണ്ടാകും. അവരുടെ വിലാസത്തിന്റെ സ്ഥാനത്ത് എന്താണ് നൽകുന്നത്? 0 എന്ന് നൽകുമത്ര. അവരുടെ വിലാസം എന്നതുകൊണ്ട് അവരെ രാത്രി എവിടെയാണോ കിടക്കാൻ വരുന്നത് അവിടമാണ് അവരുടെ മേൽവിലാസം. ചിലപ്പോൾ അവർ റോഡരികിൽ ഉറങ്ങും, ചിലപ്പോൾ പാലത്തിനടിയിൽ ഉറങ്ങും, അല്ലെങ്കിൽ വിളക്കും കാലിന് താഴെ. അവരൊക്കെ വ്യാജ വോട്ടർമാരാണെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ പാവപ്പെട്ട വോട്ടർമാരെ, മുതിർന്ന സഹോദരന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയും. നിങ്ങൾക്കറിയാമോ വീടും മേൽവിലാസം ഇല്ലാത്ത ഒരാൾക്ക് വോട്ടുള്ളത്? എനിക്ക് അറിഞ്ഞൂടാ. ഇജാതി ന്യായീകരണം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം കേട്ടു നോക്കൂ. सारे मीडिया के समक्ष ये कहना कि अगर मतदाता सूची में आपका नाम एक बार और है तो आपने 2 बार मतदान किया होगा. എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിലും വന്ന് പറയുന്നത് നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ അഥവാ 2 തവണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്നും നിങ്ങൾ നിയമവിരുദ്ധമായി വോട്ട് ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെയാണ്. അങ്ങനെ പറഞ്ഞ് എന്റെ മുഴുവൻ വോട്ടേഴ്സിനെയും കുറ്റക്കാരാക്കുകയാണ്. അത് കേട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടാതിരിക്കണം എന്നാണോ പറയുന്നത്? അത് നടക്കൂല. സത്യവാങ്മൂലം തരേണ്ടി വരും, അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയേണ്ടി വരും. ഇതല്ലാതെ മൂന്നാമതൊരു പോംവഴിയില്ല. 7 दिन में हलफनामा नहीं मिला तो इसका अर्थ ये सारे आरोप निराधार हैं. 7 ദിവസത്തിനകം രാഹുൽ ഗാന്ധിയുടെ സത്യവാങ്മൂലം കിട്ടിയില്ലെങ്കിൽ ആരോപണങ്ങളെല്ലാം വാസ്തവവിരുദ്ധമാണെന്നാണ് അർത്ഥം. രാജ്യത്തെ വോട്ടർമാരെല്ലാം വ്യാജന്മാരാണെന്ന് പറയുന്നവർ ആര് തന്നെയാണെങ്കിലും അവർ രാജ്യത്തോട് മാപ്പ് പറയണം. ആഹാ, കൊള്ളാലോ, വന്നിപ്പോ രാഹുൽ ഗാന്ധി ആയോ പ്രതി? അടുത്ത വീഡിയോ നോക്കൂ. कुछ मतदाताओं द्वारा दोहरे मतदान के आरोप लगाए गए. കുറച്ച് വോട്ടേഴ്സിനെ കൊണ്ട് കള്ള വോട്ട് ആരോപണം നടത്തിച്ചു. തെളിവ് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ല. ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ സമ്മതിദായകരോ ഭയക്കുന്നില്ല. കൊള്ളാം. എത്ര നല്ല ആത്മാർത്ഥമായ മറുപടികളും ചോദ്യങ്ങളും ഒക്കെയാണ് ഈ നടക്കുന്നത്. तो क्या चुनाव आयोग सबसे पहले शिकायत की जांच करने पे जोर देगा, या शिकायतकर्ता कौन है उसकी जो है वो कलई खोलने पे जोर देगा? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും പരാതി പറയുന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയെക്കുറിച്ച് അന്വേഷണത്തിന് പ്രാമുഖ്യം കൊടുക്കുമോ, അതോ പരാതിപ്പെട്ടയാളുടെ പുറകെ പോവുകയാണോ? ഇത്തരത്തിലുള്ള പരാതികൾ ഇതുപോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേൽ ഒരു കറ വീഴുന്നത് തന്നെ എത്ര വലിയ നാണക്കേടാണ്. സത്യം, ഞാനും അതിനോട് യോജിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും രക്ഷിക്കണമെങ്കിൽ ആദ്യം ജനാധിപത്യത്തെ രക്ഷിക്കൂ.
അതാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെയും ഇന്ത്യയും രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പോരാട്ടം നടന്നതെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നേ, ഇലക്ഷൻ കമ്മീഷൻ ഇല്ലെങ്കിലും. किसी के कहने से मैं ये मानूं कि पीयूष जी के नाम के, अगर आपको अंदाजा न हो तो अगर पीयूष जी के नाम को अगर आप 100 करोड़ में सर्च करेंगे तो आपको हजारों लोग मिलेंगे. ആരെങ്കിലും പറയുന്നത് കൊണ്ട് പീയൂഷ് ജിയുടെ പേര് ഞാൻ കട്ട് ചെയ്ത് കളയണമോ? നിങ്ങൾക്കറിയുമോ എന്നറിയില്ല. പീയൂഷ് ജിയുടെ പേര് നിങ്ങൾ 100 കോടിയിൽ നിന്ന് തിരയുകയാണെങ്കിൽ ഒരേപോലുള്ള ആയിരക്കണക്കിന് പേരുണ്ടാവും. ഒരേ പേരുള്ള ആയിരക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിലുണ്ടാവും. അതിൽ ഏത് പീയൂഷ് ജിയുടെ പേരാണ് ഞാൻ ഒഴിവാക്കേണ്ടത്? ഏത് പീയൂഷ് ജിയാണ് ഇല്ലാത്തത്? അഥവാ ഇത് തിടുക്കത്തിൽ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും വോട്ടറുടെ പേര് തെറ്റായി ഒഴിവാക്കപ്പെട്ടേക്കാം. നിങ്ങൾക്ക് പകരം വേറെ ആളുടെ പേര് കട്ടാകും. അതുകൊണ്ടാണ് ഒരുപക്ഷെ കഴിഞ്ഞ 20 വർഷത്തിലധികമായി സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടെങ്കിലും ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആരുടെയും പേര് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് അത്രേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ചെയ്യാൻ. എന്താണ് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താണ് ഇയാളെ സംസാരിക്കുന്നത്? ഒക്കെ പോട്ടെ, ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 4 മാസത്തിനകം നാസിക് വെസ്റ്റിലും ഹിംഗന മണ്ഡലത്തിലും യഥാക്രമം 47% 43% സമ്മതിദായകരെ വർദ്ധിപ്പിച്ചുവെന്നാണ് സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി സഹസ്ഥാപകനും പ്രൊഫസറുമായ സഞ്ജയ് കുമാറിന്റെ വെളിപ്പെടുത്തൽ. ഇത് സത്യമാണോ? ഇത് തെറ്റാണോ? ഇത് എന്താണ്? ഇതിനെക്കുറിച്ച് വല്ല ഉത്തരവുമുണ്ടോ? എന്തെങ്കിലും ഒരു ഉത്തരം പറയൂ.